മായാപുത്രൻ ശ്രീ വിഷ്ണുമായയുടെ ഉദ്ഭവകഥ. ലോകത്തെ വിറപ്പിച്ച ദാരികൻ എന്ന അസുരനെ നിഗ്രഹിക്കാൻ മഹാദേവന്റെ തൃക്കണ്ണിൽ നിന്നും ഭദ്രകാളി അവതരിച്ചു. ദാരികനെ വധിച്ചെങ്കിലും കാളിയുടെ ക്രോധം അടങ്ങിയില്ല. ആ പ്രപഞ്ചം മുഴുവൻ ആ ചൈതന്യത്തിന് മുന്നിൽ വിറകൊണ്ടു. ഭദ്രകാളിയെ ശാന്തയാക്കിയ ശേഷം മഹാദേവൻ വനത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ആ സമയത്താണ് മൃഗങ്ങളെ പരിപാലിച്ചിരുന്ന കൂളിവാക എന്ന അസുരകന്യകയെ ശിവൻ കാണുന്നത്. ശിവൻ അവളിൽ അനുരക്തനായി. പരമശിവന്റെ മനസ്സ് തിരിച്ചറിഞ്ഞ കൂളിവാക ഭയന്നു. അവൾ പാർവതി ദേവിയുടെ വലിയ ഭക്തയായിരുന്നു. തന്റെ ഭക്തയെ രക്ഷിക്കാനും ലോക നന്മയ്ക്കുമായി പാർവതി ദേവി വിഷ്ണു ഭഗവാന്റെ മായ സ്വീകരിച്ചു. കൂളിവാകയുടെ അതേ രൂപത്തിൽ ദേവി ശിവന്റെ മുന്നിലെത്തി. ആ സമാഗമത്തിൽ അതിശക്തനായ ഒരു പുത്രൻ ജനിച്ചു. വിഷ്ണു ഭഗവാന്റെ മായയാൽ ഉണ്ടായ രൂപത്തിൽ പാർവതി എത്തിയതുകൊണ്ട് ആ ബാലൻ വിഷ്ണുമായ എന്ന് വിളിക്കപ്പെട്ടു. ആ കുട്ടി വളരാനായി ശിവൻ കൂളിവാകയെ തന്നെ ഏൽപ്പിച്ചു. വനത്തിൽ വളർന്ന വിഷ്ണുമായ സകല കലകളിലും മാന്ത്രിക വിദ്യകളിലും അഗ്രഗണ്യനായി. 400 ചാത്തന്മാരുടെ അധിപനായി അദ്ദേഹം മാറി. ദുഷ്ടശക്തികളെ അടിച്ചമർത്താൻ വിഷ്ണുമായ തന്റെ സൈന്യത്തെ നയിച്ചു. തന്റെ മാതാപിതാക്കളെ കാണാൻ വിഷ്ണുമായ കൈലാസത്തിലേക്ക് കുതിച്ചു. നന്ദികേശൻ തടഞ്ഞപ്പോൾ തന്റെ മായാരൂപങ്ങൾ കാണിച്ച് വിഷ്ണുമായ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഒടുവിൽ മഹാദേവൻ തന്റെ പുത്രനെ വാരിപ്പുണർന്ന് അനുഗ്രഹിച്ചു. ഭൂമിയിൽ ഭക്തരുടെ ദുഃഖങ്ങൾ മാറ്റാൻ നീ എന്നും നിലകൊള്ളും എന്ന് വരവും നൽകി. ഇന്നും കേരളത്തിലെ മന്ത്രവാദ ആരാധനാക്രമങ്ങളിൽ വിഷ്ണുമായ ചാത്തൻ സ്വാമിക്ക് വലിയ സ്ഥാനമാണുള്ളത്. വെളിപ്പുറത്തെത്തുന്ന ദൈവം, ദുർമന്ത്രവാദങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന കരുത്തൻ ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമി ഇന്നും ഭക്തർക്ക് തണലായി വാഴുന്നു.